ഫാമിലി മെമ്പറാണ്. ബ്രാൻഡ് അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഫാമിലി മെമ്പർ എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. കാരണം ഗീവറിന്റെ സ്ഥിരോത്സാഹം, കഠിന പ്രയത്നം ഒക്കെ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാമിലി അദ്ദേഹത്തിന് നൽകുന്ന സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ വൈഫ് രമ്യ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മക്കൾ ധ്യാൻ, നിഹാരിക, ഇവരെല്ലാം നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. പിന്നെ ബാക്കി എല്ലാവരും ഈ കുടുംബാംഗങ്ങൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. ഇവിടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ വേദി. ഇവിടെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജോ ഉണ്ട്, മെമ്പറായിട്ടുള്ള ശ്രീ രഞ്ജി ഉണ്ട്, വേറെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, നല്ല പ്രവർത്തകരുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് പോയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MP ഫ്രാൻസിസ് ജോർജ് സാറാണ്. അപ്പൊ അങ്ങനെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ളവരുടെ വിശ്വാസം ആർജിച്ച് അവരൊക്കെ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കടന്നു വന്നിട്ടുള്ള വഴികൾ, ഈ തിരുക്കൊച്ചി ഗോൾഡൻ ഡയമണ്ട്സ് അല്ലെങ്കിൽ തിരുക്കൊച്ചി ഫിൻക്യാപ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ, മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഗീവർ കടന്നു വന്നിട്ടുള്ള വഴികളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് അതിനെക്കുറിച്ച് സത്യസന്ധമായ വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയക്കാരൊക്കെ ഈ രംഗത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ വരിക. ഫ്രാൻസിസ് ജോർജ് സാറ് കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഗീവറിനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഗീവർ തീർച്ചയായിട്ടും ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫിനാൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഗോൾഡുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലെ വൈവിധ്യം, ഡൈവേഴ്സിഫിക്കേഷനാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രമല്ല, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ശ്രീ ഗീവർ. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നല്ല പിന്തുണ. തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ഈശ്വരാനുഗ്രഹത്തെ അത് ആരുടെയെങ്കിലും കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്റെയോ ഗീവറിന്റെയോ എംപ്ലോയീസിന്റെയോ മാത്രമല്ല, എല്ലാത്തിനും അടിസ്ഥാനപരമായ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പ്രോസ്പർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന ഉടൻ തന്നെ എന്നോട് പറഞ്ഞു, ജഗദീഷ് ചേട്ടന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ അല്ല, എൻ്റെ അനുഗ്രഹമല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് പ്രോസ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ നാട്ടിൽ ഇത്തരമൊരു സ്ഥാപനം വരുമ്പോൾ അത് നാട്ടുകാർക്കൂടെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും. പിന്നെ നാട്ടില് നല്ല രീതിയിൽ ഏത് ബിസിനസ് എന്ന് പറഞ്ഞിരുന്നാലും അതിന്റെ മണിയുടെ എലിമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ആ നല്ല രീതിയിലുള്ള ഡീലിങ്സ് അത് വളരെ പ്രധാനമാണ്.